ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രൂപ്പിസവും ഫേവറിറ്റിസവും ഇൻഫ്ലുവൻസിങ്ങും ഒക്കെ നിറഞ്ഞു നിന്ന ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞു. ഹൗസ് ക്യാപ്റ്റനായ ആദില ഈ ആഴ്ച നോമിനേഷൻ ഫ്രീ ആണ്. ഇതുകൂടാതെ നൂറയും ആര്യനുമാണ് നോമിനേഷനിൽ പെടാതെ ഈ ആഴ്ച രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരൊക്കെ നോമിനേഷനിൽ വന്നു. അനീഷ്, അക്ബർ, ലക്ഷ്മി, സാബുമാൻ, ബിന്നി, ഷാനവാസ്, അനുമോള്, നെവിൻ, ഇത്രയും പേരാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നത്. ഇവരിൽ നിന്ന് ആരായിരിക്കും ഈ ആഴ്ച എവിക്റ്റ് ആവുക? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ആളുടെ പേര് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇത്തവണ എല്ലാവരും നോമിനേഷനിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. പക്ഷെ ഇനിയുള്ള ആഴ്ചകളിൽ എല്ലാവരും നോമിനേഷനിലുള്ളതാണ് അടിപൊളി. ഇത്തവണത്തെ നോമിനേഷൻ നല്ല ബോറിംഗ് ആയിരുന്നു, ഭയങ്കര ലെങ്തി ആയിപ്പോയി. ചിലരൊക്കെ നോമിനേറ്റ് ചെയ്യാൻ വന്നിട്ട് അവസാനം അത് ചർച്ചയായി മാറി. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗ്രൂപ്പിസത്തിന്റെയും ഫേവറിറ്റിസത്തിന്റെയും ഇൻഫ്ലുവൻസിങ്ങിന്റെ ഒക്കെ ആകെ തുകയായിരുന്നു ഇത്തവണത്തെ നോമിനേഷൻ. ഗ്രൂപ്പിസമൊക്കെ എവിഡന്റ് ആയിരുന്നത് ആദില, നൂറ, അനുമോൾ ഇവരുടെയൊക്കെ നോമിനേഷൻ ആയിരുന്നു. ബാക്ക് എൻഡ് സപ്പോർട്ടായിട്ട് ഷാനവാസും ഉണ്ട്. ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോമിനേഷൻ അക്ബറാണ്. അത് വിട്ടവർക്ക് വേറൊരു കളിയില്ല. അതിലുള്ള ഷാനവാസിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്ട്ലി അനുമോളെയും ഷാനവാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇത്തവണ എല്ലാവരും നോമിനേഷനിൽ വരുമായിരുന്നു. പക്ഷെ ഗ്രൂപ്പിസത്തിന്റെ പുറകെ പോകുമ്പോൾ ആ പരിപാടി നടക്കില്ലല്ലോ. ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഓർത്തു. അക്ബറും ഷാനവാസും തമ്മിൽ ഒരിക്കൽ വഴക്കുണ്ടായി. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. എന്നാൽ ഈ ഒരു വഴക്കിന് ശേഷം കുറേ സമയം കഴിഞ്ഞ് അവരൊരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് മറ്റാർക്കുമല്ല, ആദിലയ്ക്ക്. ആദില പിന്നീട് വന്ന് ഷാനവാസിനോട് ഇത് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ സംസാരിച്ച ആ ഒരു പ്രശ്നം സോൾവ് ആയോ? ഷാനവാസിന് ആദിലയുടെ ചോദ്യത്തിൽ തന്നെ കാര്യം പിടികിട്ടി. ഇവരുടെ അടുത്ത് സോൾവ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഷാനവാസ് തൻ്റെ രീതിയിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദില പറഞ്ഞത്, ഞാൻ പേടിച്ചു പോയി. അതായത് ഷാനവാസും അക്ബറും തമ്മിൽ യോജിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ കൂടെയുള്ളവരും ഇഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ഇവരുടെ ശത്രു കൂടെയുള്ളവരുടെ ശത്രു ആയിരിക്കണം. എന്ത് അപൂർവ മൈൻഡല്ലേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൂടെയുള്ളവർ ബാക്കിയുള്ളവരോട് സംസാരിക്കണം, പെരുമാറണം എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. ശരിക്കും അത് ടോക്സിക് തന്നെയാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ആദിലേക്കൊക്കെ പക ഉള്ളിൽ നിന്ന് പോകാത്തൊരു തരം ആൾക്കാരാണ്. ലൈഫിൽ ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ് ഇങ്ങനെ മനസ്സിൽ പക കൊണ്ടു നടക്കുന്നത്. എന്തായാലും ആ പറഞ്ഞ ആ ഒരു മൊമെന്റിൽ ആദിലയുടെ ആ ഒരു ക്യാരക്ടർ, പക കൊണ്ടു നടക്കുന്ന ആ ഒരു ക്യാരക്ടർ, അത് പുറത്തേക്ക് വന്നു. ഷാനവാസും അക്ബറുമായിട്ട് പാച്ചപ്പായില്ല എന്ന് കേട്ടപ്പോഴാണ് ആദിലേക്ക് സമാധാനമായത്. എനിവേ നോമിനേഷനിലേക്ക് തിരിച്ചു വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ലെങ്തി ആയിരുന്നു. ബിന്നിയുടെയും ഷാനവാസിന്റെയൊക്കെ നോമിനേഷൻ 2-3 ദിവസമായിട്ട് നമ്മൾ കേട്ട കാര്യം തന്നെയാണ്. കേട്ട് മടുത്തു. പറഞ്ഞു തന്നെ വീണ്ടും വിളമ്പി അത് തന്നെ കേട്ട് മതിയായി. ഇത്രയൊക്കെയാണ് നോമിനേഷനെ പറ്റി പറയാനുള്ളത്. ഏതായാലും ഈ ആഴ്ച ആരായിരിക്കും എവിക്റ്റ് ആവുക എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.